സബർമതി എക്സ്പ്രസിലെ യാത്ര എന്ന് പറയുന്നത് ഉത്തർപ്രദേശിൽ നിന്ന് ഗുജറാത്തിന്റെ അറബിക്കടലിന്റെ അടുത്ത് വരെ നീളുന്ന ഒരു വലിയൊരു യാത്രയാണ്. അയോധ്യ സന്ദർശിച്ച് മടങ്ങുന്നവർ കാരണം ലക്നൗ മുതൽ ഈ വണ്ടിയിൽ കാലുകുത്താൻ സ്ഥലമില്ലായിരുന്നു. വെറും 76 ബെർത്തുകളുള്ള S6 ബോഗിയിൽ മാത്രം ഒരു ആവറേജ് എടുക്കുകയാണെങ്കിൽ 200 പേരാണ് കയറിയത്. അതായത് റിസർവ് ചെയ്ത് പോകുന്നവർക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ല എന്നർത്ഥം. ആ വണ്ടി ഗോത്രയിലേക്ക് അടുക്കുകയാണ്. രാവിലെ ഒരു 7:45, കൃത്യമായിട്ട് പറഞ്ഞാൽ ഗാർഡിന്റെ വാച്ചിൽ 7:42. കുറച്ചു പേരൊക്കെ ചായ കുടിക്കാനായിട്ട് പുറത്തിറങ്ങി. അവിടെ ഒരു പ്രാദേശിക കച്ചവടക്കാരനുമായി ചെറിയൊരു വാക്ക് തർക്കം ആരംഭിക്കുന്നു. ആ ട്രെയിൻ പ്ലാറ്റ്ഫോം വിട്ടു. എന്നാൽ മിനിറ്റുകൾക്കകം അപായച്ചങ്ങല വലിക്കപ്പെട്ടു. ഗോത്ര സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്ററിൽ താഴെ മാത്രം അകലെയുള്ള സിഗ്നൽ ഫാലിയ എന്ന പ്രദേശത്ത് ട്രെയിൻ ചെന്ന് നിന്നു. പെട്ടെന്ന് ഒരു വശത്ത് നിന്ന് ഭീകരമായിട്ടുള്ള കല്ലേറ് തുടങ്ങി. യാത്രക്കാർ പേടിച്ച് ഷട്ടറുകളും വാതിലുകളും താഴ്ത്തു കുറ്റിയിട്ടു. പുറത്തുനിന്ന് വലിയൊരു ജനക്കൂട്ടം കമ്പിപ്പാര കൊണ്ടുവന്ന വാതിൽ കുത്തിപ്പൊളിക്കാൻ നോക്കി. അത് നടക്കാതെ വന്നപ്പോൾ അവർ കണ്ടെത്തിയ വഴിയാണ് വെസ്റ്യൂബിൾ. അതായത് 2 ബോഗികളും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സ്ലൈഡിംഗ് ഡോർ. ഈ വെസ്റ്യൂബിൾ ഭാഗത്തെ സ്ലൈഡിംഗ് ഡോർ കട്ടപ്പാര വെച്ച് കുത്തി ഇളക്കി. 140 ലിറ്റർ പെട്രോളാണ് അവർ അതിലേക്ക് ഒഴിച്ചത്. തലേ ദിവസം തന്നെ പമ്പ് ചെയ്ത് കൃത്യമായി പ്ലാൻ ചെയ്ത് വാങ്ങിവെച്ച പെട്രോൾ ആര് വാങ്ങി, ബില്ലെവിടെ, എവിടെ സൂക്ഷിച്ചു? ഒരു വശത്ത് ജനലിലൂടെയുള്ള കല്ലേറ്, വെസ്റ്യൂബിളിലൂടെയുള്ള തീ. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലാതെ 59 മനുഷ്യർ അവിടെ വെന്തു മരിച്ചു. ഇത് പെട്ടെന്നുണ്ടായ ഒരു കലാപമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെയാണ് ഗോത്ര സംഭവത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നത്. ദിവസങ്ങൾ നീണ്ട കൃത്യമായ ഒരു ഗൂഢാലോചനയായിരുന്നു ആ ഒരു തീവെപ്പ്. ഗൂഢാലോചനക്കാരിൽ പ്രധാനിയായ റസാഖ്, ഹാജി ബിലാൽ, പിന്നെ ഫറൂഖ് ഫാന എന്നിവരുടെ നേതൃത്വത്തിൽ സമീപത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് 140 ലിറ്ററോളം പെട്രോൾ ക്യാനുകളിൽ വാങ്ങി ഗോത്ര സ്റ്റേഷനടുത്തുള്ള അമാൻ ഗസ്റ്റ് ഹൗസിൽ രഹസ്യമായി സൂക്ഷിച്ചു. പ്ലാറ്റ്ഫോമിലെ തർക്കം വെറും ഒരു അവസരം മാത്രമായിരുന്നു. അപായ ചങ്ങലകൾ വലിച്ച് ട്രെയിൻ നിർത്താനും പള്ളിയിലെ മൈക്കിലൂടെ ആളുകളെ വിളിച്ചു കൂട്ടാനും മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കിയിരുന്നു. ഗുജറാത്ത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ റിപ്പോർട്ടുകളും നാനാവധി മേത്ത കമ്മീഷനും ഈ ഗൂഢാലോചനയെ പറ്റി അവരുടെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കമ്മീഷന് ലഭിച്ചത് 46,494 സ്റ്റേറ്റ്മെന്റുകളാണ്. അതിൽ 2019 എണ്ണം സർക്കാർ ഉദ്യോഗസ്ഥരുടേത്. ബാക്കി 4,445 എണ്ണം നേരിട്ട് കണ്ട പബ്ലിക്കിന്റെ മൊഴികളാണ്. ഈ പറയുന്ന ബോഗി കത്തിയത്, ഓടിയതും കണ്ടതുമായ 4000-ലധികം പേർ മൊഴി നൽകിയിട്ടുണ്ട്. വിചാരണ കോടതിയുടെ കണ്ടെത്തൽ പ്രകാരം ആ ട്രെയിൻ ആക്രമിച്ച ആളുകളെ കൊലപ്പെടുത്തി വലിയ രീതിയിലുള്ള ഭീതിയും വർഗീയ സംഘർഷവും സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ഉദ്ദേശം ഈ ഗൂഢാലോചനക്കാർക്ക് ഉണ്ടായിരുന്നു എന്നതാണ്.